വെണ്ടയ്ക്ക ഐറ്റമായിട്ടാണ് കേട്ടോ. വെണ്ടയ്ക്ക അവിയൽ അല്ലെങ്കിൽ മുട്ട അവിയൽ എന്നൊക്കെ പറയും. വെണ്ടയ്ക്ക കൊണ്ടുള്ള അത്ഭുത കറിയാണ് ശരിക്കും. ഇതുകൊണ്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കയ്ക്ക് ഇത്ര സ്വാദുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകുന്ന ഒരു കറിയാണിത്. ഇത് ഞാൻ ചെയ്യാൻ പോവുകയാണ് ഉടനെ തന്നെ. ഇവിടെ ഇപ്പം എല്ലാവർക്കും വെണ്ടയ്ക്ക കിട്ടിയപ്പോൾ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ഒന്ന് അവിയൽ വെച്ച് കഴിക്കാമെന്ന്. അപ്പോൾ വേണ്ട ഇതിൻ്റെ നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ എപ്പോഴും കളയുമല്ലോ, ഇതും കളയും, ഈ ഒരു വാലും കളയുമല്ലോ. എന്നിട്ട് ഇതിനെ രണ്ടായിട്ട് മാത്രം എടുക്കാവുള്ളൂ. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ കണ്ടിക്കാൻ പാടില്ല. ഇവിടെ വരെ ഒരു 3/4 ഭാഗമേ കണ്ടിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതിനെ മാറ്റി വെക്കുക. അങ്ങനെ എല്ലാം ചെയ്യുക. ഇതിൻ്റെ അത് തന്നെ ഒരു 3/4 ഭാഗം വരെ കണ്ടിച്ചിട്ട് മാറ്റി വെക്കുക. നല്ല ഇളത്ത വെണ്ടയ്ക്ക വേണം കേട്ടോ ഇതിനു വേണ്ടി എടുക്കാൻ. അപ്പോഴാണ് അവിയലിൻ്റെ ശരിക്കും ഉള്ള സ്വാദ്. ഇപ്പോൾ ചെറിയ വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ അത് തന്നെ മതി. ഇങ്ങനെ തന്നെ ഫുള്ള് ഒരു 3/4 കണ്ടിച്ച് വെക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ തീരെ ചെറിയ വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ അത് ഒരെണ്ണം തന്നെ എടുക്കാൻ പറ്റും. ഇങ്ങനെ രണ്ടായിട്ട് എടുക്കുക, ഇങ്ങനെ തന്നെ ചെയ്യുക, ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ അരിയൽ. അങ്ങനെ ഞാനിത് ഫുള്ളൊന്ന് അരിഞ്ഞിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇത് അരിഞ്ഞു കഴിഞ്ഞു. നമ്മൾ അവിയലിനുള്ള വെണ്ടയ്ക്ക അരിഞ്ഞു കഴിഞ്ഞു. ഇനി അവിയലിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 3 മുളകാണേ. ഒരു ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. അത് ഈ നിറം തന്നെ ചേർക്കുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. വെണ്ടയ്ക്കയുടെ അകത്ത് അല്ലെങ്കിൽ മുളക് കിടന്നാൽ മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് പൊളന്ന് റെഡായിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് റെഡിൻ്റെ മനസ്സിലാവും. പിന്നെ ഇത് ഇച്ചിരി വലുതായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പതുക്കെ ചേർക്കുകയാണ്. അടുപ്പത്തേക്ക് വെക്കുകയാണ്. നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇടുന്നു. ഒരല്പം കൈവെള്ളം എന്നൊക്കെ പറയും ശരിക്കും നാട്ടിൽ. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ച് ഇതിനെ ഒന്ന് കുറഞ്ഞ തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഒരുപാട് വെള്ളം വേണ്ട. മുങ്ങിക്കിടക്കാനുള്ള പാകത്തിൽ ഒന്നും ഒഴിക്കരുത് കേട്ടോ. നമ്മളൊരു 1/4 ഗ്ലാസ്സേ ഒഴിക്കാവുള്ളൂ. കാരണം ഇത് പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്കയുടെ ഇത് പെട്ടെന്ന് തന്നെ ഇറങ്ങുമല്ലോ, അതിൻ്റെ ഒരു വെള്ളവും ഇറങ്ങും. പിന്നെ ഈ ഒരു പാത്രം ഇത്തിരി കൂടുതലായി പെട്ടെന്ന് തന്നെ ചൂട് പിടിക്കുന്നതുകൊണ്ടാണ് ഞാനൊരു അല്പം വെള്ളം ഒഴിച്ചത്. ശരിക്കും ഒരു 1/4 ഗ്ലാസ്സിനടുത്ത് വെള്ളം മതി. അത്യാവശ്യം ഉപ്പിടുന്നു. നമ്മളിത് ഇങ്ങനെ തന്നെ പൊത്തി വെച്ച് വേവിക്കുന്നു. ഇതൊന്ന് ഇളക്കി പിന്നെ ഈ ഒരു സമയത്ത് നമുക്കൊരല്പം എണ്ണ ചേർക്കാം. വേറൊന്നുമല്ല, അടുക്കി പിടിക്കാതിരിക്കാനും പിന്നെ ഒരു മയമൊക്കെ നമുക്ക് വെണ്ടയ്ക്കൊക്കെ കിട്ടും. അല്പം എണ്ണ ചേർത്താൽ ഈ ഒരു സമയത്ത്. അങ്ങനെ നമ്മൾ ചേർത്ത് നമ്മളിത് മൂടി വെച്ച് വേവിക്കുകയാണ്. ഇത്ര ഐറ്റത്തിൻ്റെ ആവശ്യം ഇപ്പോൾ ഇതുള്ളൂ. നമ്മളിത് മൂടി വെച്ച് വേവിക്കുന്നു. ഒരു മീഡിയം തീയിലോ അതിൽ കുറഞ്ഞ തീയിലോ ഇട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പം ഞാനൊരു മീഡിയം തീയിൽ വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് തേങ്ങ ഞാനൊരു അരമുറിയോളം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോളയുടെ ഒരു പകുതിയോളം അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ വേണ്ട മുളക് പൊടി. ഒരു ലേശം ഒന്ന് കളറൊന്ന് ചേഞ്ച് ചെയ്തിരിക്കാൻ വേണ്ടി മാത്രം ഇടുന്നേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിന് മുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പം തന്നെ അവിയലിനകത്ത്. അത് തന്നെ കൂടുതൽ വേണ്ട. ഇപ്പോൾ ഇത്ര മതി. ഇനി ഞാനൊന്ന് ഫൈനായിട്ടല്ല, നമ്മുടെ അവിയലിന് പറ്റുന്ന രീതിയിൽ അരച്ചെടുത്തിട്ട് വരാം. 2-3 ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇത് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം അവിയലിന് പറ്റുന്ന രീതിയിൽ തേങ്ങ ഒന്ന് ചതച്ച് അരഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു. വെണ്ടയ്ക്ക അത്യാവശ്യം ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഈ ഒരു വേവ് മതി നമുക്ക്. ഇതിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. അരപ്പ് ചേർത്തു. നമ്മൾ അത്യാവശ്യം ഒരു കറിവേപ്പില ചേർക്കണം. ഒരു ചെറിയ തണ്ട് കറിവേപ്പില ചേർത്തു. ഇനി നമ്മളൊരു 2 മിനിറ്റ് മാക്സിമം വെച്ചിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ എടുക്കാം. തീ കുറച്ചും കൂടെ കുറച്ച് വെക്കുക. നമുക്ക് തേങ്ങ വേവാൻ വേണ്ടി മാത്രം ഈ സമയമാണ്. ഈ സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത താരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടയാണ്. അപ്പോൾ മുട്ടേനെ ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാനൊന്ന് പെട്ടെന്ന് പൊളിച്ചെടുത്ത് കഷ്ണം ചേർത്തിട്ട് വരാം. മുട്ട നമ്മളിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യണം. 4ആയിട്ട് കട്ട് ചെയ്യണം, 2ആയിട്ട് പോരാ. അവിയലിൽ കിടക്കുന്ന ഒരു ടൈപ്പ്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യണം. ഇതിൽ നമ്മുടെ തേങ്ങ നന്നായിട്ട് വെന്തു. ഈ ഒരു സമയത്ത് തന്നെ വേണമെങ്കിലൊന്ന് ഉപ്പ് നോക്കാം. കാരണം മുട്ട ഇട്ടിട്ട് നമ്മൾ അധികം ചിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് ഉപ്പ് നോക്കി അത്യാവശ്യം ഇച്ചിരി ഒന്ന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ശരിക്കും പോരാ, ഞാൻ ചേർക്കുകയാണ് കുറച്ചുകൂടി ഉപ്പ്. ഞാൻ മുട്ടയും കൂടി ഇടുവാണ്ടോ.
അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് അത്യാവശ്യം ഉപ്പ് ചേർത്തു. ഓക്കെ, ഈ സമയത്ത് ഞാൻ മുട്ടയും കൂടെ ചേർക്കുകയാണേ. തീ ഒന്ന് ഒരൽപ്പം കൂടെ കൂട്ടി വെച്ചു. നമ്മൾ അത്യാവശ്യം വേണ്ട മുട്ട ചേർത്തു. പെട്ടെന്ന് തന്നെ ഇതിനെ മൂടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. തട്ടിപ്പൊത്തി വെക്കുന്നു. അതാണ് നമ്മുടെ ഇനി അടുത്ത സ്റ്റേജ്. ഉണ്ടോ, ഇപ്പം തന്നെ വെണ്ടയ്ക്ക പെട്ടെന്ന് തന്നെ വെന്ത് കണ്ടോ. ഈ ഒരു സ്റ്റേജ് മാക്സിമം വെണ്ടയ്ക്ക ആകാൻ പാടുള്ളൂ, ഒരുപാട് വേവാൻ പാടില്ല. വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുഴഞ്ഞു പോകും, പിന്നെ ടേസ്റ്റ് പോകും ശരിക്കും. ഞാൻ അല്പം വെളിച്ചെണ്ണ ചേർത്തു. ഇനി ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ അല്പം വെളിച്ചെണ്ണ ഇങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇവിടെ എനിക്കിപ്പോൾ കട്ടിയാണ് വെളിച്ചെണ്ണ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഓഫ് ചെയ്ത് വെക്കുകയാണ്. തീയൊക്കെ ഓഫാണ്. 2 സെക്കൻഡ് ഇത്ര മതി. നമുക്ക് പിന്നെ തന്നെ സെർവ് ചെയ്യാനുള്ളതായി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അടുപ്പത്തുനിന്ന് മാറ്റാവുന്നതാണ്. കാരണം ഒരുപാട് ഇരുന്ന് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പം തന്നെ അടുപ്പത്തുനിന്ന് മാറ്റാം. ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. നമ്മുടെ വെണ്ടയ്ക്ക അവിയൽ കറക്റ്റ് പാകമാണ്. വെണ്ടയ്ക്ക അവിയൽ അങ്ങനെ നമുക്ക് ഫുഡിൻ്റെ കൂട്ടത്തിൽ, നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ, ചോറ് ചപ്പാത്തിക്കൊക്കെ ഒക്കെയാണ് കേട്ടോ വെണ്ടയ്ക്ക അവിയൽ. വളരെ ടേസ്റ്റിയാണ് വെണ്ടയ്ക്ക അവിയൽ. മുട്ട അവിയൽ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഇതിനെങ്ങനെ വേണം നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ മുട്ട അവിയൽ നിങ്ങൾ ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടൊരു വിഭവമാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു വിഭവമാണ് ഇത് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെന്താ പറയുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് അമർത്തിയേക്കുക. ഞങ്ങളെ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ എന്താ പറയുക, വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറയുന്ന കണക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ വിജയിപ്പിച്ചേക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ ചാനൽ. എന്താ പറയുക, കീപ്പ് ഇൻ ടച്ച്. ഞങ്ങൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് പിന്നെയും വരുന്നതായിരിക്കും. താങ്ക് യു.